7 മാസം കഴിഞ്ഞിട്ടും പുനരധിവാസം നടന്നില്ലെന്ന് ആശങ്കപ്പെടുന്ന പരാതി പറയുന്ന മുണ്ടക്കൈ ചൂരൽമലയിലെ നിവാസികളെക്കുറിച്ച് കേരളത്തിനകത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള ചില മനുഷ്യർ സംസാരിക്കുകയാണ്. വയനാട് പുറത്തു നിന്നുള്ളവർക്ക് ഈ മനുഷ്യരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കേൾക്കാം. നമ്മളെ പൈസയിലല്ലോ പല ജനങ്ങളും പൈസ ഇഷ്ടം പോലെ കോടികൾ കൊടുത്തിട്ടില്ലേ, അത് എടുത്ത് ചെലവാക്കിയാ പോരെ. ഇത് തീരുമാനിക്കേണ്ട സർക്കാരല്ലേ, സർക്കാരല്ലേ കൊടുക്കേണ്ടത്, അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. ചെറിയ ഇതല്ലല്ലോ, വലിയ നാശനഷ്ടല്ലേ അതിന്. അപ്പൊ അത് ഭംഗിയാവുന്ന പ്രതീക്ഷിക്കാം, നമുക്ക് ശുഭപ്രതീക്ഷ. അതിലെന്നാ ഈ താമസിക്കണ്ടേ? ഇനി അടുത്ത മഴയും കൂടി വരാനായില്ലേ? ഇനി 3 മാസം കഴിഞ്ഞ അടുത്ത മഴയല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതിന്റെ അപ്പുറത്തെ തന്നെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അത് ശരിയാണോ? സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ചെയ്യാതിരിക്കും, ഉത്തരവാദിത്തോടെ ചെയ്യും അവർ. പക്ഷെ അവര് ഈ താമസം ചെയ്തുകൊണ്ട് അതിനിപ്പോ നടപടിക്രമമെല്ലാം ശരിയായി വരട്ടെ. അതുകൊണ്ട് എത്രയോ 800-900 കോടി ഉറുപ്പിക കിട്ടിയതല്ലേ, അതല്ലാണ്ട് എത്രയോ പേര് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അതിനൊന്നും സമ്മതിക്കേണ്ട ആ പാവങ്ങളെ ഇട്ട് ഇനിയും കഷ്ടപ്പെടുത്തണം. പുനരധിവാസത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ തടസ്സം കൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ കാര്യം നടക്കാൻ പോകാതെ സ്ഥിതിയല്ലേ ഉള്ളത്. ആ നടപടിക്രമമെല്ലാം ശരിയായി വരണ്ടേ, നമ്മൾ ആർക്കും കുറ്റമൊന്നും പറയാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അവരെ പുനരധിവസിക്കണ്ടേ, അത് തന്നെ അഭിപ്രായമുള്ളത്. അതേപോലെ എത്രയും പെട്ടെന്ന് പാവങ്ങളെ പ്രശ്നങ്ങൾ തീർക്കുക.